പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായ ഈശോയുടെ തിരുരക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് അവിടുന്ന് ചിന്തിയ രക്തത്തെ സ്വന്തമാക്കി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നൊവേനയില് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവേ, ഈ നൊവേനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ നിയോഗങ്ങളെയും, ഇവരുടെ കുടുംബങ്ങളെയും, വസിക്കുന്ന വീടിനെയും വീടിരിക്കുന്ന മണ്ണിനെയും എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് കഴുകി വിശുദ്ധീകരിച്ച് ആ രക്തത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും, കൃപയും, ജീവന്റെ സമൃദ്ധിയും സ്വന്തമാക്കിയെടുക്കാൻ ഈ മക്കൾക്ക് ഇടയാകട്ടെ. അതിലൂടെ ഈ മക്കൾക്ക് സൗഖ്യവും സമാധാനവും വിടുതലും രക്ഷയും വിജയവും എല്ലാ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണം. ഒപ്പം കർത്താവേ, ഇവരുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, നൊവേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകള് കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും തിരുരക്തത്തിന്റെ ശക്തമായ സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിയോഗങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുരക്തത്തിന്റെ നൊവേനയുടെ രണ്ടാം ദിനത്തില് പ്രത്യേകമാവിധം നമ്മൾ യേശുവിന്റെ നമുക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ രണ്ടാം ദിനത്തിൽ നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനത്തിലൂടെയാണ്. ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസം ആയപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. അതായത് ഈശോയെ മോശയുടെ നിയമത്തിനനുസരിച്ച് മനുഷ്യനായിട്ട് മാംസം സ്വീകരിച്ച് രക്തം സ്വീകരിച്ച ഈശോയെ നിയമത്തിന് അധീനനായിട്ട് ഇതാ പരിച്ഛേദന കർമ്മം ചെയ്യുകയാണ്. പരിച്ഛേദന കർമ്മത്തില് ഈശോയുടെ രക്തം ഇതാ നിലത്ത് വീഴുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ രക്തത്തിന്റെ യോഗ്യത നമുക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ കടന്നു വന്നപ്പോ അതിനുവേണ്ടി ഈശോ തന്റെ പരിശുദ്ധ രക്തം ചിന്തുകയാണ്. ആ രക്തത്തിന്റെ യോഗ്യത നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഈശോ ചിന്തിയ രക്തവും ഈശോ അതിനുവേണ്ടി ഏറ്റെടുത്ത ആ വേദനയും, കുഞ്ഞായിരുന്ന സമയത്ത് കർത്താവ് ഏറ്റെടുത്ത പരിച്ഛേദനത്തിന്റെ ആ വേദനയും മുറിവും അതിനോട് ചിന്തിയ രക്തവും നമ്മൾ ഇന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിനു വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി, നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി, നമ്മുടെ വിടുതലിനു വേണ്ടി ഈ നൊവേനയില് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓർത്തുവെക്കുക മക്കളെ, കർത്താവ് നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. നമുക്ക് വേണ്ടിയാ, കർത്താവിന് വേണ്ടിയല്ല. നമ്മൾ രക്ഷ പ്രാപിക്കാൻ, നമ്മൾ ജീവൻ പ്രാപിക്കാൻ, നമ്മൾ മുറിവുണക്കപ്പെടാൻ, നമ്മൾ എല്ലാ ആധിപത്യങ്ങളെ, അധികാരങ്ങൾ തകർത്തെറിഞ്ഞ് ദൈവത്തിന്റെ മക്കളെ പോലെ ജീവിക്കാൻ, നമുക്ക് ജീവൻ തരാൻ വേണ്ടി ജീവൻ അർപ്പിക്കാൻ രക്തം ചിന്തിക്കൊണ്ട് ഈശോ കടന്നു വന്നു. ഈ വലിയ സ്നേഹത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട്, അതിനുവേണ്ടി ഈശോ ഏറ്റെടുത്ത സഹനത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട്, ഈശോ ഏറ്റ മുറിവിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട്, അതിലൂടെ ഈശോ ചിന്തിയ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് ഈ 2-ാം ദിവസത്തെ നൊവേനയില് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ അവസ്ഥകളും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ എല്ലാ അവസ്ഥകളും നമുക്ക് സമർപ്പിക്കാം. ദേവാലയത്തില് ഈശോയെ സമർപ്പിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന്, യോസേപ്പ് പിതാവിനോട് ചേർന്ന് ദൈവം പൂർത്തീകരിച്ചുകൊണ്ട് ശുദ്ധീകരണ ക്രിയകളൊക്കെ ചെയ്ത തിരുക്കുടുംബത്തോട് ചേർന്ന് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നൊവേനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈ നൊവേനയില് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും ഈ നൊവേനയുടെ അതിസ്വാഭാവികമായ കൃപകൾ നിറച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് മനുഷ്യനായിട്ട് അവതരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ശരീരം സ്വീകരിച്ച് രക്തം സ്വീകരിച്ച് ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ അങ്ങ് തിരുമനസ്സായി. ഞങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണല്ലോ ഈശോയെ അങ്ങ് മനുഷ്യ പ്രകൃതിയില് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് രക്തം ചിന്തി. അങ്ങ് ചിന്തിയ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഈ നൊവേനയെ പ്രാർത്ഥിക്കുമ്പോ ആ രക്തത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന രക്ഷയും സൗഖ്യവും ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രത്യേക വിധത്തില് പരിച്ഛേദന കർമ്മ സമയത്ത് അങ്ങ് ചിന്തിയ രക്തത്തെ അവകാശപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ദൈവമായിരിക്കുന്ന അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിയമങ്ങളെ പൂർത്തിയാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പരിച്ഛേദന സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അതിലൂടെ രക്തം ചിന്തി ഈശോയെ ഞങ്ങൾ രക്ഷിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് നിയമത്തിന് അധീനനായി പോയി ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവേ, ആ വലിയ സ്നേഹത്തിലേക്ക് അതിനുവേണ്ടി അങ്ങ് ചിന്തിയ രക്തത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നൊവേനയുടെ 2-ാം ദിനത്തില് കർത്താവിന്റെ പരിച്ഛേദന കർമ്മത്തില് ഈശോ ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യതകൾ അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രക്ഷകനായ ഈശോയെ, അങ്ങയുടെ പരിച്ഛേദനത്തിൽ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നിയോഗങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. രക്തം വാർന്നൊഴുക്കുന്ന അങ്ങേ തൃപ്പാദത്തിങ്കൽ മുട്ടുകുത്തി വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ തിരുരക്തത്തിൽ നിന്ന് പ്രവഹിക്കുന്ന കരുണയും കൃപയും രക്ഷയും ഞങ്ങളിൽ നിറയ്ക്കണമേ. ജീവിതാവസാനം വരെ ഞങ്ങളുടെ പ്രത്യാശ അങ്ങയിൽ മാത്രമാണ്. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാലും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഒഴുക്കിയ ഓരോ തുള്ളി രക്തത്തിന്റെ യോഗ്യതയാലും പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിന്റെ യോഗ്യതകളാലും ഞങ്ങളുടെ യാചനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയവോടെ കേൾക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള് പ്രാർത്ഥനകള് ഈ സമയം ദിവ്യകാല സന്നിധിയില് അവിടുത്തെ തിരുരക്തത്തോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കൾ. ഓ എന്റെ ഈശോയെ, അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് അനുകമ്പയോടെ മനുഷ്യ മക്കളെ അങ്ങ് നോക്കി പല വിധത്തിൽ സഹിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിച്ചു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തി. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് വലിയ പ്രത്യാശ നൽകി. പാപികളെ പാപമോചനം നൽകി അനുഗ്രഹിച്ചു. പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ട് അനേക മക്കളെ അങ്ങ് സ്വതന്ത്രരാക്കി സൗഖ്യപ്പെടുത്തി. എല്ലാവിധത്തിലും തകർന്നവരെ അങ്ങയുടെ ശക്തമായ അധികാരത്താൽ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി ശക്തരാക്കി. ഓ ദിവ്യകാരുടെ ഈശോയെ, അങ്ങയുടെ ദിവ്യകാരുടെ ഹൃദയത്തിലെ തിരുമുറിവിൽ നിന്നൊടുക്കുന്ന തിരുരക്തത്തിന്റെ രക്ഷാകര യോഗ്യതകളാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ ദുഃഖത്തിന്റെ കണ്ണുനീർ മാറ്റി സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കണ്ണീരോടെ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മക്കളും എല്ലാം ഒരുമിച്ച് അങ്ങയെ ആരാധിച്ച് നന്ദി പറയുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രൂശിതനായ എന്റെ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ക്രൂശിതനായ എന്റെ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ക്രൂശിതനായ എന്റെ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ അന്നത്തെ യോഗ്യതകൾ നിറച്ച് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ഈ നൊവേനയുടെ 2-ാം ദിനത്തില് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, ഈശോയുടെ രക്തത്തിന്റെ വലിയ സംരക്ഷണവും ശക്തിയും ജീവിതായകമായ വലിയ അനുഗ്രഹങ്ങളും നിറച്ചുകൊണ്ട് നമ്മെ ആശീർവദിക്കാൻ പോവുകയാണ്. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയുടെ രക്തം പ്രത്യേകിച്ചും പരിച്ഛേദന കർമ്മത്തിൽ ഈശോ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, പരിച്ഛേദന കർമ്മത്തിൽ അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന് അന്നതയോഗ്യതയാൽ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ കഴുകി വിശുദ്ധീകരിച്ച് നിയമത്തിന് അധീനരായി രക്ഷ പ്രാപിക്കുവാൻ അങ്ങയുടെ രക്തത്തിന്റെ യോഗ്യതയാൽ വിശുദ്ധീകരിക്കപ്പെടാനും സൗഖ്യം പ്രാപിക്കാനും മുറിവുടക്കപ്പെടാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ഈശോയുടെ പരിശുദ്ധ രക്തത്തെ തൊട്ട് സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങ് പരിച്ഛേദന കർമ്മത്തിൽ ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യതകൾ നിറച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിലൂടെ സൗഖ്യവും സമാധാനവും സന്തോഷവും ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും നിറയട്ടെ. ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ.